കറിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് 1.5 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അതിൽ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ ഞാൻ വലിയൊരു കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് പുതിനയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കപ്പ് തൈരും കൂടെ, ചെറിയൊരു കപ്പ് തൈരും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ അരച്ചുകൊണ്ട് വരാം. നമ്മുടെ മല്ലിയും പുതിനയും എല്ലാം അരച്ചുകൊണ്ടൊന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് കുറച്ച് സവാള, ഒരു 2 മീഡിയം സൈസ് സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്കായിട്ട് ഒരു പാത്രം അടുപ്പിലോട്ട് വയ്ക്കാം. ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്നൊന്ന് വാടാൻ വേണ്ടി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒനിയൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കോരി മാറ്റാം. ഉള്ളിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുക്കുമ്പോഴേക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 10-15 കാഷ്യൂ ഒരു 10-20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണിത്. അതിനെയും കൂടെ നമുക്ക് ഒന്ന് ഇതിൻ്റെ ഉള്ളിയുടെ കൂടിയിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി ഓയിലിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-2 കറുവപ്പട്ടയും 1-2-3 ഗ്രാമ്പൂ, ഒരു ഏലയ്ക്ക, കുറച്ച് കുരുമുളക് ഇത്രയും കൂടിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കാം. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെയും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടാം. ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതിനെ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ടൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളി മൂക്കുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം അരച്ച് വെച്ചിട്ടുള്ള മല്ലി പുതിന തൈരിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിനെ കൂടെ നമുക്കിതിനെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് വേവിക്കാം. ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ചിക്കൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഉണ്ടായിരുന്നു മാരിനേറ്റ് ചെയ്തപ്പോൾ. പിന്നെ സവാള പൊരിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല, പിന്നീട് നോക്കിയിട്ട് ചേർക്കാം. ഇനി ബാക്കി കുറച്ച് മസാലപ്പൊടികളും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും ചേർക്കുകയാണ്. പിന്നെ ഒരു 1-1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം. മസാലകളൊക്കെ നമ്മൾ ഇത്ര ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ പച്ചമുളക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. എരിവ് വേണമെങ്കിൽ 1-2 പച്ചമുളക് കൂടെ അങ്ങ് ചേർത്താൽ മതി. അതുപോലെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള സവാളയുടെയും കാഷ്യൂ നട്ട്സിൻ്റെയും കൂടെ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സൊക്കെ നന്നായിട്ട് ചേർക്കുന്നത് കൊണ്ട് നല്ല റിച്ച് ഫ്ലേവർ ആയിരിക്കും ഇതിന്, നല്ല ടേസ്റ്റും ആയിരിക്കും കറിക്ക്. വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കറികളൊക്കെ വയ്ക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് ഇനി അടുപ്പേര് നല്ലപോലെ ഒന്ന് ഈ മസാലകളും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. നമുക്കതിനെ ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റ് നമ്മൾ വേവിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എല്ലാം നല്ല പരുവത്തി കുറുകി വന്നിട്ടുണ്ട്. നമ്മളെല്ലാം അരച്ച് ചേർത്തേക്കൊണ്ട് നല്ലപോലെ കുറുകും. തിളച്ച് കയ്യിലും ദേഹത്തുമൊക്കെ തെറിക്കും. ഇത് ഇങ്ങനെ എല്ലാം അരപ്പ് കുറുകിയിരിക്കുന്നതുകൊണ്ട് നല്ലപോലെ അടച്ച് വെക്കണം അന്നേരം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈ പരുവത്തിന് നമുക്കിത് ഉപയോഗിക്കാം. ചാറിച്ചിരി വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വരട്ടിയെടുക്കാം, വറ്റിച്ചെടുക്കാം. ഒരിച്ചിരി നേരം കൂടെ ഒരു 5 മിനിറ്റും കൂടെ നമുക്കിതിനെ ഒന്ന് വരട്ടിയെടുക്കാം. ഒരു 5 മിനിറ്റും കൂടെ നമ്മളിത് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. നല്ല കുഴമ്പ് പരുവത്തിലിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ മുകളിൽ ഒന്ന് വിതറി കൊടുക്കാം. എരിവിനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഗ്രീൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനത് സെർവ് ചെയ്യുവാണ്. ചപ്പാത്തിക്കോ നാനിനോ പൊറോട്ടയ്ക്കോ ചോറിനായാലും ഫ്രൈഡ് റൈസോ നെയ്ച്ചോറോ ഒക്കെ എല്ലാത്തിനും നല്ലതാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസുകൾ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.